അതിജീവിതയ്ക്ക് ഉണ്ടായ ക്രൂരമായ അനുഭവം ഇപ്പോൾ ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ കേസ് ഇല്ലാതാവുന്ന ഘട്ടത്തിൽ സജീവമാക്കുകയും തെളിവുണ്ടാക്കുകയും ചെയ്തു. പിന്നീടൊരു 4 വർഷം കഴിഞ്ഞപ്പോൾ ഈ കേസിൻ്റെ ഈ രേഖകൾക്കെല്ലാം ശക്തി പോരാ എന്നൊരു സംശയമുണ്ടായിരുന്നു. ഈ കേസ് ഒരുപക്ഷെ ഇതിലത്തെ പ്രതിസ്ഥാനത്തുള്ളവരെല്ലാം ചിലർ രക്ഷപ്പെട്ടു പോകും, പ്രത്യേകിച്ച് ദിലീപ് അടക്കമുള്ള രക്ഷപ്പെട്ടു പോകാൻ എല്ലാ വകുപ്പുകളും ഉണ്ട് എന്ന് ചർച്ച ചെയ്യപ്പെട്ടൊരു ഘട്ടത്തിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ കുറേ തെളിവുകളുമായി വന്നത്. ആ തെളിവുകളാകട്ടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പക്കലില്ലാത്ത തെളിവുകളായിരുന്നു. ആ ഡിജിറ്റൽ രേഖകളടക്കം ഉള്ള തെളിവുകളുമായിട്ടാണ് വന്നത്. ആ തെളിവുകൾ നൽകാൻ സഹായിച്ചതാകട്ടെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറും. ഇതിങ്ങനെ ചാനലുകളിൽ, അതായത് ബാലചന്ദ്രകുമാർ നൽകിയ തെളിവുകൾ ചാനലുകളിൽ എന്ന് പറഞ്ഞ വെറുമൊരു ചാനൽ, റിപ്പോർട്ട് ചാനലിൽ അത് ഭയങ്കരമായ രീതിയിൽ അവർ സംപ്രേഷണം ചെയ്തു. മറ്റു ചാനലുകൾക്കും അത് കൊടുക്കാൻ പറ്റാതിരിക്കാൻ പറ്റാത്ത രീതിയിലായി.